അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാൻ ഒരു ബട്ടർ പൊറോട്ട ഐറ്റം ആണ് വന്നിരിക്കുന്നത്. ബട്ടർ പൊറോട്ട നമുക്ക് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. സ്നാക്സിന് കൊടുത്തയക്കാനും സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഒക്കെ നല്ലതാണ്. സ്നാക്സിന് കൊടുത്ത വിടാൻ നമുക്ക് കഴിക്കാനും നല്ലൊരു ഇതാണ് ബട്ടർ പൊറോട്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കുക. ആദ്യം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. ഫ്രൈ പാനിൻ്റെ പിടുത്തൊക്കെ പോയിരിക്കണം കേട്ടോ. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കേട്ടോ, ചൂടാകട്ടെ. ചൂടായിരിക്കണേ. ഇനി നമ്മൾ അതിൽക്കൊരു പൊറാട്ട ഇട്ട് കൊടുക്കുക. എല്ലോടെ നല്ല ഒപ്പാക്കി വെക്കണം കേട്ടോ. ഒരു പൊറാട്ട ഇട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാളേണ്ടി എല്ലാ ചൂടേറണ്ട. ഇത് ബട്ടർ, ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണിത്. ഇത് ഞാനിങ്ങനെ ഓരോ കഷ്ണാക്കി വെച്ചിരിക്കണേ നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന്. ചൂടായ പൊറോട്ട ചൂടായിരിക്കണം. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിടാം. പൊറോട്ട ഒന്ന് തിരിച്ചിടാം. ഫ്ലെയിം ഫുള്ളും നല്ല കുറച്ച് ഞാനിട്ടാ ചൂടായപ്പോഴേ. ഇനി ചൂടായ പൊറോട്ട ഒന്നുകൂടി തിരിച്ചിട്ട് നല്ല ചൂടാകട്ടെ. ഇനി നമ്മളതിലേക്ക് ഓരോ കഷ്ണം ബട്ടർ കഷ്ണമാക്കിയിട്ട് ഞാൻ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ് കഷ്ണമാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിന് ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. ചൂടായാൽ ഇത് എല്ലായിടത്തേക്കും ആക്കണം. ബട്ടർ ഇത്ര തോനെ വേണ്ടെങ്കിൽ ഇത്ര തോനെ വെക്കണ്ട കേട്ടോ, ചെറിയ പീസാക്കിയാൽ മതി. അപ്പോൾ ഇത് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തയക്കാനൊന്നല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായക്ക് കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ ഇച്ചിരി വലിയ പീസ എടുത്തതാണ്. എൻ്റെ ഭർത്താവിന് ബട്ടറും പഞ്ചസാരയൊക്കെ നല്ല വേണം, അല്ലെങ്കിൽ മൂപ്പർക്ക് ഇഷ്ടമാകില്ല കുറച്ചിട്ടാലേ. അപ്പോൾ അതാണിത്. ചട്ടി ചൂടായപ്പോഴേ പൊറോട്ട ചൂടായപ്പോൾ കൈ കൊണ്ട് പിടിക്കാൻ വയ്യ. ബട്ടർ ഇങ്ങനെ ഗ്യാസ് അടുപ്പ് ഫ്ലെയിം നല്ല കുറച്ചിരിക്കണം കേട്ടോ. നമുക്ക് ഓഫാക്കാം. ചട്ടി ചൂടുണ്ടാവുമല്ലോ, ഫ്രൈ പാൻ ചൂടുണ്ടാവും. എല്ലായിടത്തും ആയിക്കോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബട്ടർ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കോട്ടെ കേട്ടോ. കുറച്ച് നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കേണ്ടിയായിരുന്നു ബട്ടർ. ഞാൻ എടുത്ത് വെക്കാൻ മറന്നു പോയി. എല്ലായിടത്തും ആയിരിക്കണം. ഇനി ബട്ടർ ഇത്തിരി ബാക്കി വന്നു, അപ്പം നമ്മളങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ മേതക്ക് പഞ്ചസാരയാണ്. ഇത് ഞാൻ കൈ കൊണ്ട് ഇടുന്നത് എല്ലായിടത്തും ഒപ്പം ആവാൻ വേണ്ടിയിട്ടാണ്. ടീസ്പൂൺ കൊണ്ട് ഇട്ടാൽ ഒരു തുടി മാത്രമാണ് തോനെ വീഴും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒപ്പം പാകത്തിനാകാൻ വേണ്ടിയിട്ടാണ് ഇത് കൈ കൊണ്ട് ഇട്ട് കൊടുക്കണം ഞാൻ കേട്ടോ. പഞ്ചസാര അതിൻ്റെ മീതെ മധുരം ഷുഗറുള്ളവരൊന്നും ഇടണ്ട. അപ്പോൾ തേനുണ്ടെങ്കിൽ അത് ഏറ്റവും ഉചിതമാണ്. തേനില്ല, നമ്മളെ വീട്ടിൽ തേൻ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടുക. നല്ല ചൂട് കിട്ടോ കുട്ടികളെ. നമുക്കിത് ചട്ടിയിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. ചട്ടിയിൽ നിന്ന് ഒഴിവാക്കാം. എന്നിട്ട് ചുരുട്ടാം.
പിന്നെ ആ ചൂടുള്ള ചട്ടിയിൽ തന്നെ ഒരെണ്ണം കൂടി ഇട്ടുകൊണ്ട് ഞാൻ പൊറോട്ട. എനിക്ക് കത്തിക്കൊന്നും വേണ്ട, അതിന് ഇതുകൊണ്ട് ചൂടായിക്കോളും. ഈ ചട്ടി അതിൻ്റെ ചൂടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇനി ഇതങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഇതവിടെ ഇരുന്നിട്ടേ, ആ കല്ല് ചൂടുള്ള കാരണമാണ് ഞാൻ ഒരു അടുപ്പ് കല്ലും കൂടി നമുക്ക് കയറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ പ്ലേറ്റ് പൊട്ടാതിരിക്കാൻ. ഇനി നമ്മളിതിങ്ങനെ ചുരുട്ടുക. ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് നനവുണ്ട്. കട്ടിംഗ് ബോർഡുമേ ഇത് വെക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ മുറിക്കുക. ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഓരോ കഷ്ണം നമ്മൾ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്കോ ഒക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുത്താൽ സ്നാക്സിന് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ ഓരോ പീസ് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. പഞ്ചസാര ഇല്ലെങ്കിൽ തേന അല്ലെങ്കിൽ ജാമ് തേച്ചാലും മതി. നമ്മൾ ബ്രെഡിലൊക്കെ ഉപയോഗിക്കുന്ന ജാമുണ്ടല്ലോ, ജാമ് തേച്ചാലും മതി. അപ്പോൾ പിന്നെ പഞ്ചസാര കൊഴിഞ്ഞു പോകണ പ്രശ്നമില്ല. നമ്മളെ വീട്ടിലിപ്പോൾ ജാമും ഇല്ല തേനും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇനി ഇത് ഓരോ പീസ് എടുത്ത് കഴിക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് ചായക്കാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.